നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലെക്സസ് IS 350 ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓഫാകുന്ന കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഓഫായപ്പോൾ വണ്ടി റിക്കവറിൽ എടുത്ത് നമ്മുടെ ഗ്യാരേജിൽ ഡ്രോപ്പ് ചെയ്തു, ആൾ പോയി. പക്ഷേ നമ്മുടെ ഗ്യാരേജിൽ വണ്ടി എത്തിയപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ജനറൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ മോശം അവസ്ഥയിലായിരുന്നു എയർ ഫിൽറ്റർ. കസ്റ്റമറിനെ ഇൻഫോം ചെയ്തു. ആളുടെ പെർമിഷനോടുകൂടി നമ്മൾ പുതിയ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു. ഇത് സർവീസൊക്കെ പുറത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവർ ശ്രദ്ധിക്കാത്തതിൽ വന്ന മിസ്റ്റേക്കാണിത്. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ ഡയഗ്നോസ് ചെയ്തപ്പോൾ നമുക്ക് ഇൻടേക്ക് എയർ ഫ്ലോ സെൻസറും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓൾറെഡി അത് യൂസ്ഡ് എവിടെ നിന്നോ മാറിയിട്ടുള്ള, പക്ഷേ അത് വർക്കാവുന്നില്ല പ്രോപ്പറായി. നമ്മൾ പുതിയത് സജസ്റ്റ് ചെയ്തു. അങ്ങനെ വിത്ത് പെർമിഷനോടുകൂടി നമ്മൾ പുതിയ ഇൻടേക്ക് എയർ ഫ്ലോ സെൻസർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സെൻസറിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കമ്പ്യൂട്ടർ ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങി. ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഓൾ ക്ലിയർ ആണ് കാണിച്ചത്, മറ്റ് എററോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ജനറൽ ചെക്കപ്പും കാര്യങ്ങളും അണ്ടർനീത്ത് ചെക്കിങ്ങും എല്ലാം നമ്മൾ ചെയ്തു. നമ്മുടെ ഗ്യാരേജിൽ വർക്കിന് വരുന്ന എല്ലാ വാഹനങ്ങളും നമ്മൾ ഫുൾ ചെക്കപ്പ് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഈ വണ്ടിയുടെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓൾ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്തായിട്ടാണ്. നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്